ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും PSC ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് കേരള PSCക്ക് വേണ്ടി SSCRT 10ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ചാപ്റ്റർ 2 ആണ് നോക്കുന്നത്. വൈദ്യുത കാന്തിക ഫലം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 റൂൾസൊക്കെയുള്ള ചാപ്റ്ററാണ്. ആ റൂൾസൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ SSCRT ക്ലാസ്സുകളാണെങ്കിൽ ക്ലാസ് 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സയൻസ് എല്ലാ ക്ലാസ്സുകളും, അതുപോലെ ക്ലാസ് 5 മുതൽ 9 വരെയുള്ള സയൻസ് എല്ലാ ക്ലാസ്സുകളും, 10 ബയോളജി കംപ്ലീറ്റ് ആയും, അതുപോലെ ഫിസിക്സിൻ്റെ 2ാമത്തെ ചാപ്റ്റർ വരെയാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ക്ലാസ്സുകളിൽ നിന്ന് പല ക്വസ്റ്റ്യൻസ് നമുക്ക് SSCRT ചോദിക്കുന്നതാണ്, PSC ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് SSCRT ക്ലാസ്സുകൾ നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. മാക്സിമം SSCRT എല്ലാം തന്നെ നോക്കി പോവുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ NCERT ക്ലാസ്സുകളും താമസിക്കാതെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. NCERT നമ്മൾ 6th മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 6th മുതൽ 10th വരെയുള്ളതെങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം. LDC പോലുള്ള എക്സാമിനും അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സെങ്കിലും നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ വൈദ്യുത കാന്തിക ഫലത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്സുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയൻറ്റിസ്റ്റാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈർസ്റ്റഡ്. പഠിച്ചു വെക്കണം. വൈദ്യുത കാന്തിക ഫലങ്ങളെക്കുറിച്ച് ഏറെ പരീക്ഷണങ്ങൾ നടത്തിയ പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു യൂണിറ്റ് പഠിക്കാനുണ്ട്, CGS യൂണിറ്റ്. അതായത് കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രതയുടെ CGS യൂണിറ്റിന് ഈർസ്റ്റഡ് എന്ന് പറയുന്ന പേരാണ് നൽകിയിട്ടുള്ളത്. അത് ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമുണ്ട്. അതുകൊണ്ട് വൈദ്യുത കാന്തിക ഫലങ്ങളെക്കുറിച്ച് പരീക്ഷണം നടത്തിയ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈർസ്റ്റഡ് ആണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയോ, TV, ഫൈബർ ഓപ്റ്റിക്സ് തുടങ്ങിയ ടെക്നോളജികളൊക്കെ അതിനൊക്കെ തുടക്കമിട്ടത് ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളാണെന്ന് പറയാം, അല്ലേ? അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതായത് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് അടുത്തിരിക്കുന്ന കാന്തസൂചിക്ക് വിഭ്രംശം ഉണ്ടാകുമെന്ന് ഇദ്ദേഹം യാദൃശ്ചികമായി കണ്ടെത്തുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ വൈദ്യുത കാന്തിക ഫലങ്ങളിലേക്കുള്ള ഇദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ പഠിച്ചു വയ്ക്കുക, കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രതയുടെ CGS യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചത് ഈർസ്റ്റഡ് ആണ്. ഹാൻസ് ക്രിസ്റ്റ്യൻ ഈർസ്റ്റഡിനോടുള്ള ബഹുമാനാർത്ഥമാണ് ആ ഒരു യൂണിറ്റിന് ഇങ്ങനെ ഒരു പേര് നൽകിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാന്തിക മണ്ഡല രേഖകളുടെ അല്ലെങ്കിൽ കാന്തിക ബലരേഖകളുടെ ദിശ എങ്ങനെയാണ്? അത് ഉത്തര ധ്രുവത്തിൽ നിന്ന്, നോർത്ത് പോളിൽ നിന്ന് എപ്പോഴും സൗത്ത് പോളിലേക്കായിരിക്കും. അതൊന്ന് അറിഞ്ഞു വെക്കണം. കാന്തിക മണ്ഡല രേഖകളുടെ അല്ലെങ്കിൽ കാന്തിക ബലരേഖ എന്ന് പറയാം കേട്ടോ, ഇവയുടെ ദിശയൊന്ന് മനസ്സിലാക്കി വെക്കണം. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ്, ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കാണ്. ഇനി ഈ കാന്തിക മണ്ഡലത്തിൻ്റെ സാന്നിധ്യം അതുപോലെ തന്നെ ധ്രുവതയൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചത് മാഗ്നറ്റിക് കോമ്പസ് ആണ് കേട്ടോ. മാഗ്നറ്റിക് കോമ്പസ്, അതും ഒന്ന് അറിഞ്ഞു വെക്കണം. അപ്പോൾ നമ്മൾ കാന്തിക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഉപകരണം, അതിൻ്റെ ഒരു സാന്നിധ്യം അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചത് മാഗ്നറ്റിക് കോമ്പസ് ആണ്. ഇനി കാന്തിക മണ്ഡല രേഖകളുടെ അല്ലെങ്കിൽ കാന്തിക ബലരേഖകളുടെ ആ ഒരു ദിശ അല്ലെങ്കിൽ ഡയറക്ഷൻ ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും. അതൊന്ന് അറിഞ്ഞു വയ്ക്കാം. ഇനി നമ്മൾ വൈദ്യുതിവാഹിയായ ഒരു ചാലക കമ്പിക്ക് അടുത്തിരിക്കുന്ന കാന്തസൂചി വിഭ്രംശിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈർസ്റ്റഡിന് മനസ്സിലായതുകൊണ്ടാണ് ഈ പറയുന്ന പുതിയ ടെക്നോളജികളൊക്കെ വന്നത് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ വൈദ്യുതവാഹിയായ ഒരു ചാലക കമ്പിക്ക് അടുത്തിരിക്കുന്ന കാന്തസൂചി വിഭ്രംശിക്കാൻ കാരണം എന്താണ്? അതായത് വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടും, അല്ലേ? ഈ കാന്തിക മണ്ഡലവും കാന്തസൂചിക്ക് ചുറ്റുമുള്ള കാന്തിക മണ്ഡലവും തമ്മിലുള്ള പരസ്പര പ്രവർത്തന ഫലമായിട്ടാണ് കാന്തസൂചി വിഭ്രംശിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം, വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലക കമ്പിക്ക് അടുത്തിരിക്കുന്ന കാന്തസൂചി വിഭ്രംശിക്കാൻ കാരണം ഈ ഒരു ചാലകത്തിന് ചുറ്റും വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഈ ഒരു ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ടാകുന്നു. ഈ കാന്തിക മണ്ഡലവും കാന്തസൂചിക്ക് ചുറ്റുമുള്ള കാന്തിക മണ്ഡലവും തമ്മിലുള്ള പരസ്പര പ്രവർത്തന ഫലമായിട്ടാണ് കാന്തസൂചി വിഭ്രംശിക്കുന്നത്. അപ്പോൾ ചാലകത്തിന് ചുറ്റിയുള്ള കാന്തിക മണ്ഡലം അതുപോലെ കാന്തസൂചിക്ക് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം, ഇതിൻ്റെ പരസ്പര പ്രവർത്തന ഫലമായിട്ട് കാന്തസൂചി വിഭ്രംശിക്കുന്നു. അറിഞ്ഞു വയ്ക്കുക. ഇനി ഈ ഒരു ചാലകത്തിൽ അല്ലെങ്കിൽ നമ്മൾ സോളിനോയിഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സോളിനോയിഡ് ഇങ്ങനെ ഒരു ചുരുളാണ്, അല്ലേ? ഈ സോളിനോയിഡിൽ വൈദ്യുതി പ്രവഹിക്കുന്ന വലയങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വർദ്ധിക്കുമെന്ന് പറയാം. അല്ലെങ്കിൽ ചാലകത്തിലെ കറന്റ് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സോളിനോയിഡ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സർക്യൂട്ടിൽ എപ്പോഴൊക്കെയാണ് കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഈ സോളിനോയിഡിലെ
ചാലകത്തിലെ വലയങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ചാലകത്തിലെ കറന്റ് വർദ്ധിക്കുമ്പോൾ ഈ രണ്ട് കേസുകളിലും എന്ത് സംഭവിക്കുന്നു? കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ സോളിനോയിഡ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു സർക്യൂട്ടിൽ എപ്പോഴാണ് കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ സോളിനോയിഡിലെ വലയങ്ങളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ അല്ലെങ്കിൽ ചാലകത്തിലെ കറന്റ് വർദ്ധിക്കുമ്പോൾ. ഈ രണ്ട് കണ്ടീഷനിൽ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കി പോവാം. അടുത്ത പാർട്ട് നോക്കാം. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടെത്താൻ വേണ്ടി ഒരു നിയമമുണ്ട്. അതേതാണ്? അതാണ് ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലിൻ്റെ വലതു കൈ പെരുവിരൽ നിയമം. മനസ്സിലാക്കി വയ്ക്കുക. അല്ലെങ്കിൽ വലംപിരി സ്ക്രൂ നിയമം എന്നും ഇതറിയപ്പെടാറുണ്ട്. മാക്സ്വെല്ലിൻ്റെ വലംപിരി സ്ക്രൂ നിയമം. അപ്പോൾ ഇത് എന്തിനാണ് ഈ ഒരു നിയമം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടെത്താൻ വേണ്ടിയാണ്. വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടെത്താൻ അതിന് യൂസ് ചെയ്യുന്ന നിയമം ഏതാണെന്ന് ചോദിക്കാം. അത് വലത് കൈ പെരുവിരൽ നിയമമാണ്, അല്ലെങ്കിൽ വലംപിരി സ്ക്രൂ നിയമമാണ്. രണ്ടും ഒരു നിയമമാണ്. മാക്സ്വെല്ലിൻ്റെതാണ്, ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലിൻ്റെതാണ്. അതായത് ഈ ഒരു നിയമം അനുസരിച്ച് വലത് കൈയുടെ ഈ ഒരു തമ്പ് അല്ലെങ്കിൽ തള്ളവിരൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വരുന്ന രീതിയിൽ ചാലകത്തെ വലത് കൈ കൊണ്ട് പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ചാലകത്തെ ചുറ്റി പിടിക്കുന്ന മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. അതായത് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ഇങ്ങനെയായിരിക്കും. അപ്പോൾ വലത് കൈയിലെ തമ്പ് ആ ഒരു വൈദ്യുത പ്രവാഹ ദിശയിൽ വരക്കത്തക്ക രീതിയിൽ ചാലകത്തെ പിടിക്കുകയാണെങ്കിൽ, വലത് കൈ കൊണ്ട് പിടിക്കുകയാണെങ്കിൽ ആ ചാലകത്തെ ചുറ്റി പിടിച്ചിരിക്കുന്ന മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. അതായത് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ ഇങ്ങനെയായിരിക്കും. ഇതിനെയാണ് വലത് കൈ പെരുവിരൽ നിയമം അഥവാ വലംപിരി സ്ക്രൂ നിയമം എന്ന് പറയുന്നത്. അത് ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലിൻ്റെ നിയമമാണ്. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് അറിഞ്ഞു വെക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഉണ്ട്. ഈ കമ്പിച്ചുരുളുകളിലെ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ, അതായത് ക്ലോക്ക് വൈസിലാണെങ്കിൽ കാന്തിക ബലരേഖകളുടെ ദിശ പുറത്തു നിന്നും ചുറ്റിനുള്ളിലേക്കായിരിക്കും. അതായത് ഈ പറയുന്ന കമ്പിച്ചുരുളുകളിലെ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ ക്ലോക്ക് വൈസിലാണെങ്കിൽ, ആ ഒരു വൈദ്യുതി പ്രവഹിക്കുന്നത് ക്ലോക്ക് വൈസിലാണെങ്കിൽ എന്ത് സംഭവിക്കും? കാന്തിക ബലരേഖകളുടെ ദിശ പുറത്തു നിന്ന് ചുറ്റിനുള്ളിലേക്കായിരിക്കും. പുറത്തു നിന്ന് ചുറ്റിനുള്ളിലേക്ക്. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ, കമ്പിച്ചുരുളുകളിലെ വൈദ്യുത പ്രവാഹം ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം അപ്രദക്ഷിണ ദിശയിലാണെങ്കിൽ, അങ്ങനെയും പറയാം കേട്ടോ. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? കാന്തിക ബലരേഖകളുടെ ദിശ ചുറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്കായിരിക്കും. ബേസിക് ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ രണ്ട് കണ്ടീഷനുണ്ട്. കറണ്ട് പ്രവഹിക്കുന്ന ദിശ ക്ലോക്ക് വൈസ് ആണെങ്കിൽ കാന്തിക ബലരേഖകളുടെ ദിശ എങ്ങനെയായിരിക്കും? പുറത്ത് നിന്ന് ചുറ്റിനുള്ളിലേക്കായിരിക്കും. ഇനി കറണ്ട് പ്രവഹിക്കുന്ന ദിശ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മുടെ കാന്തിക ബലരേഖകളുടെ ദിശ ചുറ്റിനുള്ളിൽ നിന്നും പുറത്തേക്കായിരിക്കും. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ പഠിച്ചു വയ്ക്കുക, മറ്റേത് നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത് നോക്കാം, എന്താണ് സോളിനോയിഡ്? ഈ ഒരു സർപ്പിൾ ആകൃതി എന്നാണ് പറയുന്നത് ഈ ഒരു ആകൃതിക്ക്. അങ്ങനെ ചുറ്റിയെടുത്ത ചാലകമാണ്, കവചിത ചാലകമാണ് സോളിനോയിഡ് അല്ലേ. വൈദ്യുതിയുടെ കാന്തിക ബലം പ്രയോജനപ്പെടുത്താൻ ഇത്തരം കമ്പിച്ചുരുളുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സോളിനോയിഡ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതാണ് സോളിനോയിഡ്. നമ്മൾ മുമ്പേ പറഞ്ഞ കണ്ടീഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു കമ്പിച്ചുരുളുകളിലെ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിലാണെങ്കിൽ കാന്തിക ബലരേഖകളുടെ ദിശ പുറത്തു നിന്നും ചുറ്റിനുള്ളിലേക്കായിരിക്കും. അതായത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ കാന്തിക ബലരേഖകളുടെ ദിശ എങ്ങനെയാണ്? പുറത്തു നിന്ന് ചുറ്റിനുള്ളിലേക്ക്. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ചുറ്റിനുള്ളിൽ നിന്ന് പുറത്തേക്കായിരിക്കും. അപ്പോൾ സോളിനോയിഡിൻ്റെ ആ ഒരു അറിയത്തില്ലാത്തവരാണെങ്കിൽ സോളിനോയിഡ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തത്, ഇനി വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രത്ത് ദക്ഷിണ ധ്രുവവും അപ്രദക്ഷിണ ദിശയിൽ വൈദ്യുതി പ്രവഹിക്കുന്ന അഗ്രത്ത് ഉത്തര ധ്രുവവുമായിരിക്കും. അതൊന്ന് അറിഞ്ഞു വെക്കണം. സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹം ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഈ ഒരു ക്ലോക്ക് വൈസ് ദിശയിൽ പ്രവഹിക്കുന്ന അഗ്രത്ത് എന്തായിരിക്കും? അത് ദക്ഷിണ ധ്രുവമായിരിക്കും, സൗത്ത് പോളായിരിക്കും. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ വൈദ്യുതി പ്രവഹിക്കുന്ന അഗ്രത്ത് എന്തായിരിക്കും? ഉത്തര ധ്രുവമായിരിക്കും, നോർത്ത് പോളായിരിക്കും. അതൊന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പോൾ സോളിനോയിഡിലെ കാര്യമാണ് പറഞ്ഞത്. വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിൽ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണ ദിശയിൽ ക്ലോക്ക് വൈസ് ആയിട്ട് പ്രവഹിക്കുന്ന അഗ്രത്ത് എന്തായിരിക്കും?
ദക്ഷിണ ധ്രുവമായിരിക്കും. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് അഥവാ അപ്രദക്ഷിണ ദിശയിൽ വൈദ്യുതി പ്രവഹിക്കുന്ന അഗ്രത്ത് എന്തായിരിക്കും? അത് ഉത്തര ധ്രുവമായിരിക്കും. അറിഞ്ഞു വയ്ക്കുക. ഇനി വൈദ്യുതിയുടെ കാന്തിക ബലത്തിൻ്റെ ഉപയോഗം നോക്കാം. വൈദ്യുതിയുടെ കാന്തിക ബലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ ചലന ദിശ കണ്ടെത്താൻ മറ്റൊരു നിയമമുണ്ട്. അത് ആവിഷ്കരിച്ചത് ഫ്ലെമിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നിയമം പറഞ്ഞു, വലതുകൈ പെരുവിരൽ നിയമമാണ്, അല്ലെങ്കിൽ വലംപിരി സ്ക്രൂ നിയമമാണ്. അത് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടെത്താൻ വേണ്ടിയുള്ള നിയമമാണ് അല്ലേ. ഇതെന്താണെന്ന് വെച്ചാൽ ഫ്ലെമിങ്ങിൻ്റെ നിയമം എന്ന് വെച്ചാൽ വൈദ്യുതിയുടെ കാന്തിക ഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളിൽ ചലനദിശ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു നിയമമാണ് കേട്ടോ ഫ്ലെമിംഗ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമം അഥവാ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഇടത് കൈയുടെ തള്ളവിരൽ, അതുപോലെ ചൂണ്ടുവിരൽ, അതുപോലെ നടുവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിക്കുന്നു. എല്ലാം 90 ഡിഗ്രി ആ ഒരു ഡിസ്റ്റൻസ് വരുന്ന രീതിയിൽ, ആംഗിൾ വരുന്ന രീതിയിൽ പിടിക്കുന്നു. അപ്പോൾ 4 ഫിംഗർ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. ഇത് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. അതുപോലെ മിഡിൽ ഫിംഗർ എന്തായിരിക്കും? അത് വൈദ്യുത പ്രവാഹ ദിശയിലായിരിക്കും. ഇത് വൈദ്യുത പ്രവാഹ ദിശയിലാണെങ്കിൽ നമ്മുടെ തമ്പ് സൂചിപ്പിക്കുന്നത് ചാലകത്തിൻ്റെ ചലന ദിശയായിരിക്കും. അപ്പോൾ തമ്പ് എന്ത് സൂചിപ്പിക്കുന്നു? ചാലകത്തിൻ്റെ ചലന ദിശ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ആ ഒരു ഫിംഗർ വെച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നോക്കുക. ലെഫ്റ്റ് ഹാൻഡിൽ ഈ പറയുന്ന 3 ഫിംഗേഴ്സ് നമ്മൾ 90 ഡിഗ്രി ആംഗിൾ വരുന്ന രീതിയിൽ ഒന്ന് പിടിച്ചു നോക്കുക. അപ്പോൾ നമ്മുടെ 4 ഫിംഗർ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കും. അതുപോലെ മിഡിൽ ഫിംഗർ കറൻറ്റിൻ്റെ വൈദ്യുത പ്രവാഹ ദിശയിലും ആണെങ്കിൽ നമ്മുടെ തമ്പ് സൂചിപ്പിക്കുന്നത് ചാലകത്തിൻ്റെ ചലന ദിശയായിരിക്കും. അപ്പോൾ ഈ ഒരു ഫിഗർ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതിൽ നമുക്ക് ഈ ഒരു നിയമം മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. മാറിപ്പോകരുത് കേട്ടോ, നമ്മുടെ മാക്സ്വെല്ലിൻ്റെ നിയമമായിട്ട് മാറിപ്പോകരുത്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ പറയുന്നത് ഈ ഒരു 4 ഫിംഗർ ആണെങ്കിൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയിലായിരിക്കണം. കറൻറ്റിൻ്റെ ദിശയിലായിരിക്കുന്നത് നമ്മുടെ മിഡിൽ ഫിംഗർ ആണ്. അപ്പോൾ ഈ തമ്പിൻ്റെ ആ ഒരു ഡയറക്ഷനെ കാണിക്കുന്നത് ചാലകത്തിൻ്റെ ചലന ദിശയായിരിക്കും. അത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് മോട്ടോർ തത്വം എന്താണെന്ന് നോക്കാം. ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചാലകത്തിൽ ഒരു ബലം ഉളവാകുകയും അത് ചലിക്കുകയും ചെയ്യുന്നു. ഇതാണ് മോട്ടോർ തത്വം എന്ന് പറയുന്നത്. ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ചാലകത്തിൽ ഒരു ബലം ഉളവാകുന്നു, അത് ചലിക്കുന്നു. അതാണ് മോട്ടോർ തത്വം. അതൊന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി വൈദ്യുത മോട്ടോറിന്റെ പ്രവർത്തനം എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഈ മോട്ടോർ തത്വത്തിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. അതുപോലെ തന്നെ ഫാൻ, മിക്സി തുടങ്ങിയ വൈദ്യുത ഉപകരണങ്ങളിലും മോട്ടോർ തത്വമാണ് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് മോട്ടോർ തത്വം എന്ന് നോക്കാം. ഒരു കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ചാലകത്തിൽ ഒരു ബലം ഉളവാകുകയും അത് ചലിക്കുകയും ചെയ്യുന്നു. അതാണ് മോട്ടോർ തത്വം. വൈദ്യുതി മോട്ടോർ, ഫാൻ, മിക്സി തുടങ്ങിയ വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നത് മോട്ടോർ തത്വം അടിസ്ഥാനമാക്കിയാണ്. ഇനി വൈദ്യുത മോട്ടോർ അഥവാ ഇലക്ട്രിക് മോട്ടോറിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ NS എന്നത് കാന്തിക ധ്രുവങ്ങളെയാണ് കാണിച്ചിട്ടുള്ളത്. NS. അതുപോലെ XY എന്ന് വെച്ചാൽ മോട്ടോർ തിരിയുന്ന ഒരു അക്ഷമാണ്, ആക്സിസ് ആണ് XY. ABCD ഇവിടെ കാണിച്ചിരിക്കുന്നത് ആർമേച്ചർ ആണ്. അതുപോലെ B1 B2 ഗ്രാഫൈറ്റ് ബ്രഷുകളാണ്. R1 R2 സ്പ്ലിറ്റ് റിങ്ങുകളാണ്. ഒന്നുകൂടെ നോക്കാം. ഇവിടെ NS എന്നിവ കാന്തിക ധ്രുവങ്ങളാണ്, നോർത്ത് പോളും സൗത്ത് പോളും. XY മോട്ടോർ തിരിയുന്ന അക്ഷമാണ്, അതുപോലെ അതിന് ആക്സിസ് എന്ന് പറയാം. അതുപോലെ ABCD എന്നത് ആർമേച്ചർ ആണ്. B1 B2 ഗ്രാഫൈറ്റ് ബ്രഷുകളാണ്. R1 R2 സ്പ്ലിറ്റ് റിങ്ങുകളാണ്. അതൊന്ന് കണ്ടുവയ്ക്കുക. ഇനി എന്താണ് ആർമേച്ചർ? സ്വതന്ത്രമായി തിരിയത്തക്ക രീതിയിൽ തിരശ്ചീനമായി സ്ഥിതി ചെയ്യുന്നു. പച്ചിരുമ്പ് കോറിന് മുകളിൽ ചുറ്റിയ കമ്പി ചുരുളാണ് ആർമേച്ചർ. ഇവിടെ ആർമേച്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ABCD എന്നത് കാണിച്ചിട്ടുള്ളതാണ്. അത് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പച്ചിരുമ്പ് കോറിന് മുകളിൽ ചുറ്റിയ കമ്പി ചുരുളാണ് കേട്ടോ. പച്ചിരുമ്പ് കോറിന് മുകളിൽ ചുറ്റിയ കമ്പി ചുരുളാണ് ആർമേച്ചർ. ഈ ആർമേച്ചറിനെ XY എന്ന് പറയുന്ന ആക്സിസിൽ ദൃഢമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വതന്ത്രമായി തിരിയത്തക്ക രീതിയിൽ തിരശ്ചീനമായി സ്ഥിതി ചെയ്യുന്നതാണ് ആർമേച്ചർ. ആർമേച്ചർ എന്ത് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? പച്ചിരുമ്പ് കോറിന് മുകളിൽ ചുറ്റിയ കമ്പി ചുരുളാണ്. ഇനി XY അക്ഷത്തിൽ ദൃഢമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതൊന്ന് അറിഞ്ഞു വെക്കാം. ഇനി സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്താണെന്ന് നോക്കാം. ഇവിടെ കാണിച്ചിട്ടുണ്ട്.
R1 R2. അതാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. അതായത് മോട്ടോറിന്റെ ഭ്രമണം തുടർച്ചയായി നിലനിൽക്കണമെങ്കിൽ ആർമേച്ചറിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കണം അല്ലേ. അപ്പോൾ ഓരോ അർത്ഥഭ്രമണത്തിന് ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങുകളാണ്. അപ്പോൾ എന്തിനാണ് സ്പ്ലിറ്റ് റിങ്ങുകൾ ഉപയോഗിക്കുന്നത്? വൈദ്യുത പ്രവാഹ ദിശ മാറ്റാനാണ് അല്ലേ. വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കുന്നു? സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്നും വിളിക്കുന്നു. അപ്പോൾ വൈദ്യുത പ്രവാഹ ദിശ മാറ്റാൻ സഹായിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങുകളായതുകൊണ്ട് അവയെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്നും വിളിക്കുന്നു. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മോട്ടറിന്റെ ഭ്രമണം തുടർച്ചയായി നിലനിൽക്കണമെങ്കിൽ എന്തു വേണം? ആർമേച്ചറിലൂടെയുള്ള വൈദ്യുത പ്രവാഹ ദിശ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കണം. അതിനാണ് ഈ വൈദ്യുത പ്രവാഹ ദിശ മാറാനാണ് സ്പ്ലിറ്റ് റിങ്ങുകൾ ഉപയോഗിക്കുന്നത്. ഇനി മോട്ടോർ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ഉപകരണമാണ് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ. അത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ മോട്ടോർ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? അത് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറാണ്. തൊട്ടു മുമ്പത്തെ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് മോട്ടറിന്റെ കാര്യം പറഞ്ഞു അല്ലേ. ഇനി ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ന് പറയും. സാധാരണ മൈക്രോഫോണിൽ നിന്നെത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തി ലൗഡ് സ്പീക്കറിന്റെ വോയിസ് കോയിലൂടെ കടത്തിവിടുന്നു. ഈ വൈദ്യുത സ്പന്ദനങ്ങൾക്ക് അനുസൃതമായി കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുന്ന വോയിസ് കോയിൽ മുന്നോട്ടും പിന്നോട്ടും അതിവേഗം ചലിക്കുന്നു. ഈ ചലനങ്ങൾ എന്ത് ചെയ്യുന്നു? ഡയഫ്രത്തെ ചലിപ്പിക്കുകയും ശബ്ദം പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ തത്വം ഏതായിരുന്നു? മോട്ടോർ തത്വമാണ്. കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വതന്ത്രമായി ചലിക്കാവുന്ന ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ചാലകത്തിൽ ഒരു ബലം ഉളവാകുന്നു. അതുകൊണ്ട് ചാലകം ആ ബലത്തിന്റെ ദിശയിൽ ചലിക്കുന്നു അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മൈക്രോഫോണിൽ നിന്ന് എത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ആംപ്ലിഫയർ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തി ലൗഡ് സ്പീക്കറിന്റെ വോയിസ് കോയിലൂടെ കടത്തിവിടുന്നു. ഈ വൈദ്യുത സ്പന്ദനങ്ങൾക്ക് അനുസൃതമായി എന്ത് ചെയ്യുന്നു? കാന്തിക മണ്ഡലത്തിലിരിക്കുന്ന വോയിസ് കോയിൽ മുന്നോട്ടും പിന്നോട്ടും അതിവേഗം ചലിക്കുന്നു. ഓക്കെ, ഇവിടെ വോയിസ് കോയിലുണ്ട്. ഇത് കാന്തിക മണ്ഡലത്തിലാണ് ഇരിക്കുന്നത്. അത് മുന്നോട്ടും പിന്നോട്ടും അതിവേഗം ചലിക്കുകയാണ്. അതിവേഗം ചലിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ചലനങ്ങൾ ഡയഫ്രത്തെ ചലിപ്പിക്കുന്നു. അങ്ങനെ ശബ്ദം പുനഃസംപ്രേഷണം ചെയ്യുകയാണ് അല്ലേ. അതായത് നമ്മൾ പറഞ്ഞത് മോട്ടോർ തത്വം തന്നെയാണ് കേട്ടോ. ഈ മോട്ടോർ തത്വം അനുസരിച്ചാണ് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത്. മൈക്രോഫോണിൽ നിന്ന് എത്തുന്ന വൈദ്യുത സ്പന്ദനങ്ങളെ ആംപ്ലിഫയർ ഉപയോഗിച്ച്, ഇവിടെ ആംപ്ലിഫയർ കാണിച്ചിട്ടുണ്ടോ? ഇല്ല, ഇവിടെ ആംപ്ലിഫയർ കാണിച്ചിട്ടില്ല. ഈ ആംപ്ലിഫയർ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തി ലൗഡ് സ്പീക്കറിന്റെ വോയിസ് കോയിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഈ വൈദ്യുത സ്പന്ദനങ്ങൾക്ക് അനുസൃതമായി എന്ത് സംഭവിക്കുന്നു? വോയിസ് കോയിൽ അത് കാന്തിക മണ്ഡലത്തിലാണ് ഇരിക്കുന്നത്. അതായത് ചാലകം കാന്തിക മണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു ബലം അവിടെ ഉണ്ടാവുകയാണെന്ന് പറഞ്ഞല്ലേ. ആ ബലത്തിന്റെ ദിശയിലാണ് ആ ഒരു ചാലകം എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്, ചലിക്കുന്നത്. അപ്പോൾ ഇവിടെ വോയിസ് കോയിൽ മുന്നോട്ടും പിന്നോട്ടും അതിവേഗം ചലിക്കുകയാണ്. ഈ ചലനങ്ങളാണ് ഡയഫ്രത്തെ ചലിപ്പിക്കുന്നത്, പിന്നീട് ശബ്ദം പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ചാപ്റ്ററിലുള്ളത്. ഈ ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ മാക്സ്വെൽ നിയമമുണ്ട്, അതുപോലെ തന്നെ ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമമുണ്ട്, മോട്ടോർ തത്വമുണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. പിന്നെ മോട്ടോർ തത്വം അനുസരിച്ചിട്ടാണ് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത് എന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്താണെന്ന് അറിഞ്ഞു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യം ഈ ഒരു ചാപ്റ്റർ പഠിച്ചു വെക്കാനുള്ളത് കേട്ടോ. ഒത്തിരി കാര്യങ്ങളൊന്നും പഠിക്കാനുള്ള ചാപ്റ്റർ അല്ല. അപ്പോൾ ഈ പ്രധാനപ്പെട്ട നിയമങ്ങളെല്ലാം തന്നെ പഠിച്ചു വെക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ആ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ SCRTയിലെ മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അതുപോലെ ഇതിന് ശേഷം ഇതിനോടൊപ്പം തന്നെ നമ്മൾ SCRT ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ എക്സാം നല്ല ടൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ SCRT പ്ലസ് NCERT നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട വളരെ അത്യാവശ്യമാണ്. ബാക്കി സിലബസ് പഠിക്കുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ SCRT NCERT പഠിക്കുന്നത്. അതുപോലെ SCRT ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ സയൻസ് മാത്രം പഠിച്ചാൽ പോരാ. കൂടെ നമ്മൾ മലയാളം, ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി പഠിക്കണം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ക്ലാസ്സുകളും താമസിക്കാതെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.